സഹോദരന്മാരെ, കേരളത്തിന്റെ പുതിയ വിദ്യാഭ്യാസ മന്ത്രിയും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരും ഈ കാലയളവ് വരെ പറഞ്ഞത് PMC നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ സർക്കാർ ഒപ്പിട്ടതാണ്. കഴിഞ്ഞ സർക്കാർ ഈ PMCന്റെ വക കേന്ദ്ര സർക്കാരോട് പണം കൈപ്പറ്റിയിട്ടുണ്ട് എന്നല്ലാന്ന് പറഞ്ഞ്. എന്നാൽ ഇന്നലെ കേന്ദ്ര സർക്കാർ ഒരു പത്രക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. ആ പത്രക്കുറിപ്പ് പറയുന്നത് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ PMC നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു നയാ പൈസ ഇതുവരെ കൈപ്പറ്റിയിട്ടില്ല എന്നാണ് പറയുന്നത്. എന്തായി? ആ കളവ് പൊളിഞ്ഞില്ലേ? ഇവര് ഈ PMC ഇവർക്ക് നടപ്പാക്കണം. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല RSS വൽക്കരിക്കണം. അതിന് കച്ചകെട്ട് ഇറങ്ങിയ ടീമാണ് ഇവര്. അതിനെന്ത് ചെയ്യാ? ഇടതുപക്ഷത്തെ പരിചാരിയ ഇടതുപക്ഷം കൊണ്ടാണതാണ്, ഇടതുപക്ഷം ഒപ്പിട്ടതാന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇടതുപക്ഷം ഒപ്പിട്ടതാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഇവർ ചെയ്യണ്ടേ? ഇടതുപക്ഷം ഒപ്പിട്ടത് ഇടതുപക്ഷത്തിന്റെ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വലതുപക്ഷക്കാർ കേരളം ഭരിക്കുന്നെങ്കിൽ ഇടതുപക്ഷം കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ഇവർ നടപ്പാക്കണ്ടേ? ഇവർ കേരി ഇരുത്തമ്പാടും കണ്ടതെന്ന കേരയിൽ ഇടതുപക്ഷം കൊണ്ടാണതാണ് കേരയിൽ. അതിനെന്ത് ചെയ്ത്? ആ മഞ്ഞക്കുറ്റി പറിച്ചു കാടിയിട്ട് പച്ചക്കുറ്റി വെക്കാൻ വേണ്ടിയിട്ട് ഇവർ തീരുമാനിച്ചു. അതേപോലെ PMC ഇവർ കണ്ടിട്ടില്ല. കാരണം ചെന്നാ PMC നടപ്പാക്കി കഴിഞ്ഞാൽ കേന്ദ്രത്തിൽ നിന്ന് കുറെ അധികം ഫണ്ടുകൾ കിട്ടും. പണം കിട്ടിക്കഴിഞ്ഞാൽ, പണമോ അധികാരമോ ഇവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇവർ വരുന്നു നോക്കൂല. അതാണ് ഇവരെ കാഴ്ചപ്പാട്. ഇന്നലെ KM ഷാജി എന്ന് പറയുന്ന തീപ്പൊരി പ്രസംഗം ചവറ്റ് കൊട്ടയിലേക്ക് വലിച്ചെറിയൂ, ഗാന്ധിജിയെ കൊണ്ടുവരൂ, മറ്റേ വളരെയും വിദ്യാഭ്യാസ മേഖലയിലേക്ക് കൊണ്ടുവരൂ എന്ന് പറഞ്ഞ ഓൻ പറയാ പഠിക്കാനുണ്ട് എന്നാ പറഞ്ഞ്. എന്ന് ഈ PMC കുറിച്ചിട്ട് പഠിക്കാനുണ്ട് എന്നാ പറഞ്ഞ്. ഇവര് പഠിച്ചിട്ടല്ലേനാ സമരം നടത്തിയേ? ആ സമുദായത്തിന്റെ താത്തക്കുട്ടി എമാതിരി സമരേനു പോലീസുകാർ തൂക്കിയെടുത്ത് കടലില്ല കായലാറ്റം കൊണ്ട് അറിയാൻ വേണ്ടി കൊണ്ടുപോകുന്നില്ല. കൊണ്ടുപോയി ആ വീഡിയോകൾ കണ്ടിട്ടില്ലേ? അന്നേരൊന്നും ഇവര് പഠിക്കാണ്ടേനു. പഠിച്ചതുകൊണ്ടല്ലേ, മനസ്സിലാക്കിയത് കൊണ്ടല്ലേ ഇവര് സമരത്തിനിറങ്ങിയേ. എന്നിട്ട് ഇപ്പം പറയാ പഠിക്കട്ട്. നിങ്ങൾ ഇതെല്ലാം നടപ്പാക്കൂ. നിങ്ങൾ ഈ RSSനോട് അച്ചാരം വാങ്ങിയിട്ട് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല RSS വൽക്കരിക്കാനും അതേ മറുവശത്ത് സലഫി വൽക്കരിക്കാനുള്ള പരിശ്രമത്തിലാണ് നിങ്ങൾ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു സംശയമില്ല കേട്ടാ.